കെമിസ്ട്രി 9ാം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്നുള്ളൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലേക്കുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബേസിക് ആണ് 9ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ. പിന്നെ നിങ്ങൾ എത്രത്തോളം കെമിസ്ട്രി പഠിച്ചു പോകുന്നോ അത്രത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രോ തന്നത് എന്തിനാന്ന് വെച്ചാൽ മക്കൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബേസിക് കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് ചാപ്റ്റർ കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു ആദ്യത്തെ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കഥ കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് എത്തിയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ 8ാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പീരിയോഡിക് ടേബിൾ എന്താന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെൽ അറേഞ്ച്ഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആരെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്, അല്ലെങ്കിൽ ആരെ ക്രമമായിട്ട് വെച്ചതാണ്? മൂലകങ്ങളെ അഥവാ എലമെന്റ്സിനെ അതിന്റെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു ടേബിൾ ആണ് എന്ത്? പീരിയോഡിക് ടേബിൾ. ആരുടെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പർ. എന്താ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു ക്ലാസ് നമ്പർ ഉണ്ട് അല്ലെ? ഇപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരേ പേരെന്നെ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ വരികയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പൊ അജ്മൽ ഹർഷാദ്, അജ്മൽ ഖാൻ എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും അജ്മൽ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും ഒരു ക്ലാസ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ഒരാളെ നമ്പർ 1 അടുത്ത ആളത് 2. അപ്പൊ അജ്മൽ എന്ന് വിളിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്പർ 1 വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരേ വരുള്ളൂ? അത് ആരാണോ അവര് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ചിട്ട് അജ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും? 2 ആളും കൂടി കയറി വരും. അങ്ങനെ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഈ എലമെന്റ്സിനെ എന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കൊക്കെ ആറ്റോമിക് നമ്പറൊക്കെ അങ്ങനെ ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ എലമെന്റ്സിനും ഈ നമുക്ക് ക്ലാസ് നമ്പർ ഉള്ള പോലെ എലമെന്റ്സിനും നമ്പർ കൊടുത്തിട്ടുണ്ട് പീരിയോഡിക് ടേബിളിൽ. ആറ്റോമിക നമ്പർ, ആ നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോഹണ ക്രമത്തിലാണ് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ എലമെന്റ്സ്? എന്താ ഈ മൂലകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ ഒരുപാട് എലമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മൂലകങ്ങൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൂലകങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഒന്നും ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുന്നു വേണ്ട, എന്നാലും ഇങ്ങനെ ഇതൊക്കെയാണ് മൂലകങ്ങൾ എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് എന്ത്? നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നുള്ളത്. മക്കള് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടേബിൾ മാത്രമായിരിക്കും ചിലപ്പോൾ പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിൾ നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറയും. ഇതിന്റെ മലയാളം എന്താ വെച്ചാൽ ആവർത്തന പട്ടിക എന്നാണ്. അപ്പൊ പണ്ടൊക്കെ കാലത്തൊക്കെ ഇതിന്റെ മലയാളം മീഡിയത്തിൽ നമ്മൾ ആവർത്തന പട്ടിക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആണെങ്കിലും നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൽ എന്തുണ്ട്? കുറെ ഗ്രൂപ്പുകളും ഉണ്ട്, പീരിയഡുകളും ഉണ്ട്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ കാണുമ്പോൾ അറിയാം, അതിൽ താഴോട്ട് കുറെ കോളമുണ്ട്. ആ കോളത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. വിലങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സമാന്തരമായിട്ട് കിടക്കുന്നവരെ വിളിക്കുന്ന പേരാണ് എന്ത്? പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെയൊക്കെ ഇതാക്കി വെൽ അറേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ത്? നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ അല്ല പണ്ട് കാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നത്. ഓരോ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? പുതുതായി കണ്ടുപിടിച്ചാണ് അവസാനം ഹെൻറി മോസ്ലി, ആരാണ്? ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അവസാനമായിട്ട് ഇപ്പൊ നമ്മളെ വർഗീകരിച്ചിട്ട് ഈ മൂലകങ്ങളെ അഥവാ എലമെന്റ്സിനൊക്കെ വർഗീകരിച്ചിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ ഇന്ന് കാണുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും ആദ്യം ആരൊക്കെയോ എന്ത് ചെയ്യുന്നു? ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഒരാൾ ശ്രമിക്കും, അത് നടക്കാതെ വരും, മറ്റൊരാൾ ശ്രമിക്കും, അങ്ങനെ ഓരോരുത്തർ ശ്രമിച്ചായിരിക്കും ഇന്ന് കണ്ടുപിടിച്ച ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത്. അതുപോലെ തന്നെയാണ് പീരിയോഡിക് ടേബിളും നമുക്ക് ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇനി ഇതിൽ ഫസ്റ്റ് ആരാണ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഈ എലമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൂലകം എന്ന് പറയുന്നവരെ എങ്ങനെ വർഗീകരിക്കാം എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ലവോസിയർ. ഓക്കെ, ഈ ലവോസിയർ എന്ന് പറയുന്ന അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഏത് കാലത്താണെന്നറിയോ, 1789. അപ്പൊ അത്രയും മുന്നേ മുതൽ നമ്മൾ എന്താണ് ഈ മൂലകങ്ങളെ വർഗീകരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് അല്ലെ. 1789 കാലഘട്ടങ്ങൾ മുതൽ അവിടുന്ന് ലവോസിയർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്ന് ആകെ 30, ഇപ്പൊ കാണുന്ന അത്ര എലമെന്റ്സ് ഒന്നും പീരിയോഡിക് ടേബിളിൽ ഇല്ല. എത്രയേ ഉള്ളൂ പീരിയോഡിക് ടേബിളിൽ നല്ല എലമെന്റ്സ് ഒന്നും നമ്മുടെ ഇതിലില്ല. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന 30 എലമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 30 എണ്ണത്തിനെ അദ്ദേഹം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും, അതായത് ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവര് വേർതിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിൽ നിന്നും വേർതിരിച്ച സമയത്ത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉപലോഹം ഉണ്ടല്ലോ, ആ ഉപലോഹത്തിനെ എങ്ങനെ തരം തിരിക്കാം എന്നുള്ള ഐഡിയ ആർക്ക് ഉണ്ടായില്ല, ലവോസിയർക്ക് ഉണ്ടായില്ല. അതിനെന്താ ചെയ്യാന്നുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോ ബാക്കിയുള്ള സയന്റിസ്റ്റൊക്കെ ഇങ്ങനെ അതും കൂടി വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചോദിച്ച സമയത്ത് ശരിയാണല്ലോ എന്ന് കരുതി അത് അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തരം തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് വിടാൻ പാടുണ്ടോ? കാരണം ഒരാള് ശ്രമം നടത്തി, ആ ശ്രമത്തിന് നമ്മൾ അറിയപ്പെടണം. അതുകൊണ്ടാണ് ലവോസിയർ ഇന്നും നല്ല രീതിയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് എലമെന്റ്സിനെ ഒന്ന് വർഗീകരിക്കാന്ന് വിചാരിച്ച് വന്ന ആളാണ് ലവോസിയർ. തെറ്റായി പോയി, കുഴപ്പമില്ല. അതിന്റെ അടുത്ത ആള് വന്നു. അടുത്ത ആളെ പേരാണ് ഡോബെ റൈനർ. ആരാണ്? ഡോബെ റൈനർ. ഈ ഡോബെ റൈനർ ആദ്യമായിട്ടാവും കേൾക്കുന്നത് അല്ലെ ഈ പേരുകളൊക്കെ. ഓക്കെ, വഴിയെ പഠിക്കാം. ഡോബെ റൈനർ. ഈ ഡോബെ റൈനർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് 3 മൂലകങ്ങൾ എടുത്തു, ഓരോന്നിനെ 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒരുപാട് എലമെന്റ്സിനെ 3 ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റി. ആ 3 ഗ്രൂപ്പില് 3 എലമെന്റ്സ് അല്ലെങ്കിൽ 3 മൂലകങ്ങളാണ് ഉണ്ടാവുക. ഈ മൂലകങ്ങൾക്ക് ഒരു സമാനമായ ഗുണം കാണിക്കുന്നുണ്ടെന്നും മറ്റൊരു പ്രത്യേകത കൂടി കാണിക്കുന്നുണ്ട്. എന്താണ് മറ്റൊരു പ്രത്യേകത? ഇവിടെ നോക്കാം. ആ 3 ഗ്രൂപ്പിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 7 സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39 ആണ്. അപ്പൊ എത്രയായി? ഇങ്ങനെ 3 അറ്റോമിക് മാസ്. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഡോബെ റൈനർ പറഞ്ഞതാണ്, ഇങ്ങനെ ഞാൻ ത്രികങ്ങളാക്കി മാറ്റി. എന്താ ത്രികങ്ങൾ ആക്കി മാറ്റി, അഥവാ ട്രയാഡ്സ്, ത്രികങ്ങൾ എന്നൊക്കെയാണ് ഈ ഗ്രൂപ്പിന്. ത്രികങ്ങൾ 3 എന്നുള്ളൊരർത്ഥമാണ്. 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എക്സാമിന് ചോദിക്കൂ കേട്ടോ. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും ഈ 7ഉം 39 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 46 വരുന്നത് അല്ലേ? 39ഉം 7ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 46 കിട്ടിയത്. നമ്മളൊന്ന് നോക്കിയേ, 46നെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23 അല്ലേ കിട്ടുക? ആ 23 അല്ലേ ഈ സെന്ററിൽ കിടക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എടുത്തിട്ടുള്ള 3 എലമെന്റ്, സമാന ഗുണങ്ങൾ കാണിക്കുന്ന 3 എലമെന്റിന്റെ ആദ്യത്തെയും അവസാനത്തെയും എലമെന്റ്സിന്റെ ആറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയാണ് 23. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഏകദേശം അല്ലല്ലോ, പൂർണ്ണമായിട്ടും ശരാശരി തന്നെയാണല്ലോ, പകുതി തന്നെയാണല്ലോ 23. പക്ഷെ ഇതുപോലെ കുറെ ത്രികങ്ങൾ എടുത്തിട്ടുണ്ട്, ത്രികങ്ങൾ ട്രയാഡ്സ് കേട്ടോ. അങ്ങനെ 3 എടുത്തതിൽ ചിലതിന് എന്താ ചെറിയൊരു വേരിയേഷൻ ഒക്കെ കാണിക്കും, ഒരു .something വേരിയേഷൻ ഒക്കെ കാണിക്കും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, ഏകദേശം ശരാശരി വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, ഡോബെ റൈനർ പറഞ്ഞു. അപ്പൊ ഡോബെ റൈനർ എങ്ങനെയാണ് വേർതിരിച്ചത്? ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് ആണോ രണ്ടാമത്. ഇനി ഇങ്ങനെ വന്ന സമയത്ത് ഒരുപാട് എലമെന്റ്സിനെ എങ്ങനെ അദ്ദേഹം ചെയ്ത് വന്ന സമയത്താണ് കുറച്ച് അങ്ങോട്ട് എത്തിയത്, കൂടുതൽ മാസുള്ള എലമെന്റ്സ് ഒക്കെ വന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റിലേഷൻ കാണാൻ പറ്റുന്നില്ല. സ്വഭാവമൊക്കെ ഉണ്ട്, പക്ഷെ എന്തുണ്ട്, ഈ ആദ്യത്തെയും അവസാനത്തെയും മാസിന്റെ ഏകദേശം ശരാശരി കാണാം. എങ്ങനെ മക്കളെ ശരാശരി കാണാൻ മാത്സ് പഠിച്ചത്? 2 കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അങ്ങനെ അതല്ലേ ശരാശരി എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാം, അതിന് ഡിവൈഡഡ് ബൈ 2 അല്ലെ, 2 സംഖ്യകളായതുകൊണ്ട്.
അങ്ങനെ കണ്ട സമയത്ത് ഒരുപാട് എലമെന്റ്സിന് എക്സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ അവസാനത്തേക്ക് പോകുന്നവർ അങ്ങനെ ഒരു ബന്ധം കാണുന്നില്ല. ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പാലിക്കണം, പക്ഷെ എന്ത് ചെയ്യാന്നില്ല, അവര് പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആയി പോയി, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാവാത്തോണ്ട് മറ്റൊരാൾ വന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് വന്നപ്പോഴേക്കും കുറച്ചുകൂടി എലമെന്റ്സ് ഒക്കെ കൂടി. ആ സമയത്ത് ന്യൂലാൻഡ്സ് എന്ത് ചെയ്തു എന്നറിയോ? ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടാൽ മതി കേട്ടോ. ന്യൂലാൻഡ്സ് ഇങ്ങനെ അന്ന് നിലനിന്നിരുന്ന കുറെ എലമെന്റ്സിനെയൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങ് ക്രമപ്പെടുത്തി എഴുതിയ സമയത്ത് ആദ്യത്തെയും എട്ടാമതായിട്ട് വരുന്ന മൂലകത്തിന് ഒരു സമാന ഗുണങ്ങളായിട്ട് കാണാൻ സാധിച്ചു. മനസ്സിലായിട്ടില്ല. ഓക്കെ, ആദ്യത്തെയും എട്ടാമത്തെയും തമ്മിൽ ഒരു സമാന ഗുണം കാണിച്ചു എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് അദ്ദേഹം തന്നെ പറഞ്ഞൊരു എക്സാമ്പിളും കൂടിയാണ്. സരിഗമ പദനിസ ഉണ്ട് അല്ലെ നമ്മുടെ. ഈ സരിഗമ പദനിസന്റെ ഒന്ന് ശ്രദ്ധിച്ചോളുക. സ രി ഗ മ പ ദ നി സ. എട്ടാമത് വരുന്ന, ആദ്യം സായിലാണ് തുടങ്ങിയത്, എട്ടാമത് വരുന്നതും പദനിസ തന്നെയാണ് അല്ലെ. അതായത് ആദ്യത്തെയും എട്ടാമത് വരുന്നതുമായിട്ടുള്ള എന്തുണ്ട്, ഒരു സമാന ഗുണം കാണിക്കുന്നുണ്ട്. സരിഗമ പദനിസ പോലെയാണ് ആ സമാന ഗുണം കാണിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. എട്ടാമതിനാണ് ഈ ബന്ധം ഉള്ളത് കൊണ്ട് ഇതിനെ അഷ്ടക നിയമം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അഷ്ടക നിയമം. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, എലമെന്റ്സിനെയൊക്കെ ക്രമമായിട്ട് വെച്ചു. അതിലെ ആദ്യത്തെയും എട്ടാമത് വരുന്ന എലമെന്റിന്റെയും എന്തുണ്ട്, ഏകദേശം സെയിം സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ കിട്ടി എന്നുള്ള രീതിയിൽ നിന്നു. എല്ലാവരും ഓക്കെ നല്ല നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരുപാട് മാസ് നമ്പറുകൾ കൂടിയ സമയത്ത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ എട്ടാമത് വരുന്ന എലമെന്റ് കുറച്ചൊക്കെ വരുന്നുള്ളൂ. കുറച്ചുകൂടി പോകും തോറും ആ എട്ടാമത് എലമെന്റിന് ആദ്യത്തെ എലമെന്റുമായിട്ട് ഒരു ബന്ധം കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അതും ഡ്രോപ്പ് ആയി പോയി. അടുത്ത ആളായിട്ട് വന്നിട്ടുള്ള, അതായത് ഒരു പീരിയോഡിക് ടേബിളിന്റെ ലോകത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ട് ഈ എലമെന്റ് അല്ലെങ്കിൽ മൂലകങ്ങളെയൊക്കെ വർഗീകരിച്ചിട്ടുള്ള ആളാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. പേടിക്കണ്ട, ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, മെൻഡലിയേവ് എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊന്നും കുറയാൻ പോകുന്നില്ല. മെൻഡലിയേവ് എന്നെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാം, ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് എന്ന്. പക്ഷെ ഇദ്ദേഹത്തിനെ മെൻഡലിയേവ് എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് അറിയപ്പെടാറ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള സയന്റിസ്റ്റിനെ ഒക്കെ നിങ്ങൾ എന്ത് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ചെറിയൊരു പേരാക്കിയിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരെന്ത് തന്നെയാണ്, മെൻഡലിയേവ് എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കാറ്. അപ്പൊ ഈ മെൻഡലിയേവ് ആണ് എന്ത് ചെയ്തത്, ഈ മൂലകങ്ങളെയൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ വർഗീകരിച്ചിരിക്കുന്ന ആളാണ് എന്ത്, മെൻഡലിയേവ് എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയൊരു ടേബിൾ, പീരിയോഡിക് ടേബിൾ അല്ല, ഒരു ചെറിയ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ അല്ല, എന്നാലും ഒരു ടേബിൾ രൂപേണ ഒരു വർഗീകരിച്ച ഒരാളാണ് മെൻഡലിയേവ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മെൻഡലിയേവിന്റെ അല്ല, മോസ്ലിന്റെ ഒക്കെ ആധുനിക പീരിയോഡിക് ടേബിൾ ആണ്. പക്ഷെ മെൻഡലിയേവിന് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ കാണുന്ന പീരിയോഡിക് ടേബിളിന്റെ ഒരു ഏകദേശം ഒരു രൂപം പോലെ തന്നെ ആയിരുന്നു. നമ്മുടെ ഇതിലൊക്കെ വ്യത്യാസമുണ്ട്, എങ്ങനെ അതിന്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെൻഡലിയേവ് കണ്ടുപിടിച്ചതിൽ. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമല്ലേ. പക്ഷെ അന്ന് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാല് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് നമ്മുടെ മെൻഡലിയേവ് വേർതിരിച്ചിരുന്നത്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ മൂലകങ്ങൾ കാണിക്കുന്ന രാസഗുണങ്ങൾ ഉണ്ടാവും. മക്കളെ 8ാം ക്ലാസ് പഠിച്ചത് രാസഗുണം ഭൗതിക ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട്. രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഒക്കെ അതിന്റെ ആറ്റോമിക മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ മെൻഡലിയേവ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ രീതി പറയുന്നത് എന്താണ്, എല്ലാ മൂലകങ്ങളുടെയും അതിന്റെ ആയിട്ടുള്ള രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അതിന്റെ ആറ്റോമിക നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്, മോസ്ലി അല്ലെങ്കിൽ ആധുനിക പീരിയോഡിക് ടേബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്ര വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു ചെറിയൊരു ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അതും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പുതിയൊരു മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ മെൻഡലിയേവിന് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. ആ തകരാറുകൾ, അതിന് ഒരുപാട് തകരാറുകളുണ്ട്, അതുപോലെ മേന്മകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഇങ്ങനെ ഓരോന്നും നമ്മൾ വർഗീകരിച്ച് ഓരോരുത്തരായി കണ്ടുപിടിച്ച് നമ്മൾ ഇന്ന് കാണുന്ന നല്ല പീരിയോഡിക് ടേബിളിൽ എത്തിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ തുടക്കം മുതൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെ. ഫസ്റ്റ് 1789 കാലഘട്ടത്തില് ആര് നമ്മുടെ ലവോസിയെ എന്ത് ചെയ്തു? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടാക്കിയിട്ട് തിരിച്ചു. അതിൽ ഉപലോഹത്തിന് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ഡ്രോപ്പായി. അടുത്തത് ട്രയാഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം, അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്ന് ഡൊബേറൈനർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വന്ന ആളാണ് ന്യൂലാൻഡ്സ്, അഷ്ടക നിയമം, സരിഗമപദനിസ ഓർമ്മണ്ടല്ലോ അല്ലെ. അത് കഴിഞ്ഞു നമ്മളെ മെന്റലിയഫ് വന്നു, ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി, ആറ്റോമിക മാസിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് ആരെത്തി? ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആളെത്തി, ആധുനിക പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഇനി ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിളിനും എന്തുണ്ടായിരിക്കും? ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം. അന്ന് മുതലേ ഓരോരുത്തർ കണ്ടുപിടിച്ചത്, ലവോസിയെ, ഡൊബേറൈനർ, ന്യൂലാൻഡ്സ്, മെന്റലിയഫ്, ഇവരെല്ലാം കണ്ടുപിടിച്ചത് മാറ്റിയാണ് ഇന്ന് മോസ്ലി ഒക്കെ കണ്ടുപിടിച്ച് ആധുനിക പീരിയോഡിക് ടേബിളിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതിനും തകരാറുകൾ ഉണ്ടാവാം. അപ്പോൾ ഇത് ശരിയാക്കിയിട്ട് അടുത്ത പ്രാവശ്യം അടുത്തത് ആരാണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഇട്ട് തരികയാണ് ഞാൻ. എന്താണ്? അടുത്ത പീരിയോഡിക് ടേബിൾ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പീരിയോഡിക് ടേബിൾ ഒക്കെ തിരുത്തി അടുത്തൊരു ശാസ്ത്രജ്ഞനായി മാറാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താ? ഇനി നമുക്ക് ഇതിൽ തിരുത്താനുണ്ടായിരിക്കും. ഇത്രയും കാലം തിരുത്തിയിട്ടാണ് ഈ സ്റ്റേജിൽ എത്തിയത്. അപ്പോ എന്ത് ചെയ്യാ? ഒരു ശാസ്ത്രജ്ഞരൊക്കെ ആയിട്ട് ഭാവിയിൽ നമ്മളെ പീരിയോഡിക് ടേബിളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ പേരിലും അടുത്ത പീരിയോഡിക് ടേബിളൊക്കെ വരട്ടെ എന്ന് ആശംസിച്ചാണ്. അപ്പൊ നമ്മുടെ ഇത് ഒരു ഇൻട്രോ പോലെയായിരുന്നു ഈ ചാപ്റ്ററിന്റെ. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൽ പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ.